ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വാക്യം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർന്നു. യഹോവയായ ദൈവം യിരെമ്യാവിനെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ യിരെമ്യാവിനോട് യഹോവയായ ദൈവം പറയുന്നത് ഇസ്രായേൽ ജനത്തെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയും അതിൽ നിന്ന് അവർ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ജനമായി തീരുകയും ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ച് യിരെമ്യാവിനോട് ദൈവത്തിൻ്റെ വചനങ്ങളെ പറഞ്ഞ് അത് ആ ജനത്തോട് പറയുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നമ്മൾ യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ ആ ഭാഗങ്ങൾ കാണുന്നുണ്ട്. 2:7 ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ അറപ്പാക്കിക്കളാം. അപ്പോൾ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് ഫലവത്തായ അനുഗ്രഹിക്കപ്പെട്ട കനാൻ ദേശത്ത് കൊണ്ടുവന്ന് ദൈവം അവരെ പാർപ്പിച്ചത്. ഇവിടെ ദൈവം യിരെമ്യാവിലൂടെ പറയുകയാണ്, അവർ ആ ദേശത്തെ അശുദ്ധമാക്കി ദൈവം കൊടുത്ത അവകാശത്തെ ദൈവത്തിന് അറുപ്പുള്ളതാക്കി തീർത്തു. അവിടെ ദൈവം പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അവരുടെ 2 പാപങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 7:13 എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അതായത് അവർക്ക് കുടിക്കുവാൻ ജീവജല നദിയായ യഹോവയായ ദൈവം ഉള്ളപ്പോൾ തന്നെ അവർ അതിനെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അവർ കുഴിക്കുന്ന കിണറുകൾ പൊട്ട കിണറുകളാണ്. പ്രൈസ് ലോർഡ്. വെള്ളമില്ലാത്ത കിണർ. അവർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ, നന്മയുടെ ഉറവിടമായ ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അനുഗ്രഹത്തിനു വേണ്ടി അവർ തേടി നടക്കുന്നത് അവർ അനുഗ്രഹമല്ല എന്നതും ദൈവം അവരെ ബോധവൽക്കരിക്കുക. ഈ ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഈ 18-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് വ്യക്തമായി പറയുന്നുണ്ട്. എന്തിനാണ് ഈ ബോധവൽക്കരണം? 18:8 പറയുന്നത്, തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അപ്പോൾ നമ്മൾ ഈ ദോഷം അവരോട് യിരെമ്യാവിലൂടെ ദൈവം പറയുക മാത്രമല്ല, അതിനെക്കുറിച്ച് അവർ അനുതപിച്ചാൽ, ആ ദോഷം അവർ വിട്ടുതിരിയുന്നുവെങ്കിൽ ദൈവം പറയുന്ന ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുകയില്ല എന്നുള്ളത് അവർക്ക് കൊടുക്കുന്നൊരു ഉറപ്പും കൂടി. ഇത് ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുക്കുവാൻ കാരണം, നമ്മുടെ കർത്താവ് കുറവ് തീർക്കുന്നവനാണ് എന്നുള്ളത്. പ്രൈസ് ലോർഡ്. കുറവുകളെ പറയുക മാത്രമല്ല, ആ കുറവുകൾ പരിഹരിക്കുന്നവനും കൂടെയാണ് നമ്മുടെ കർത്താവെന്ന് പറയാൻ. നോക്കണം, നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുത്ത ഭാഗം, ഒരു കുശവൻ കളിമണ്ണെടുത്ത് ചക്രത്തിൽ വെച്ച് തിരിച്ച് ഒരു പാത്രമാക്കുന്നു. ആ പാത്രം അതിൻ്റെ കുറവ്, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകുന്നു. ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത് അതിൻ്റെ ഷെയ്പ്പ് ആ കുശവൻ ഉദ്ദേശിച്ച രീതിയിലല്ല വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനെ വീണ്ടും
ഉടച്ച് ആ പാത്രത്തിൻ്റെ കുറവ് കുശവൻ മനസ്സിലാക്കിയിട്ട് ആ കുറവ് പരിഹരിച്ച് മനോഹരമായ മറ്റൊരു പാത്രം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ കുറവുകൾ കണ്ട് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതല്ല, നമ്മുടെ കുറവുകൾ കണ്ടിട്ട് നമ്മളെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. കുറവുകൾ നമുക്ക് ബോധവൽക്കരണം തരുന്നു. മാത്രമല്ല, ആ കുറവ് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ അടുക്കൽ സമർപ്പണ മനോഭാവത്തോടെ ചെല്ലുന്നുവെങ്കിൽ, അവിടെ പറയുന്നത് കുറവുകൾ ഏറ്റുപറയുന്നെങ്കിൽ, കുറവുകളെക്കുറിച്ച് അനുതപിക്കുന്നുവെങ്കിൽ, കുറവുകൾ വിട്ടുതിരിയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ കുറവ് പരിഹരിച്ച് മനോഹരമായ മറ്റൊരു പാത്രമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കുറവ് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, പ്രൈസ് ദി ലോർഡ്, കുറവ് പരിഹരിച്ച് മനോഹര പാത്രമാക്കി തീർക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം നമ്മൾ അറിഞ്ഞ് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. കനാവിലെ ഒരു കല്യാണ വീട്ടിൽ വിരുന്നിന് വീഞ്ഞു പോരാതെ വരികയും അത് യേശുവിൻ്റെ അമ്മ അറിഞ്ഞ് യേശുവിനോട് ചെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശുവിനോട് എന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞ് ഇല്ല എന്നുള്ളത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് അവിടെ വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് വീഞ്ഞ്. വീഞ്ഞ് പോരാതെ വരിക എന്നുള്ളത് ആ കുടുംബത്തിന് ഒരു അപമാനവും, ആ കുടുംബം ദേശത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ എന്നും ഒരു പഴഞ്ചൊല്ലിന് കാരണമായി തീരുന്ന ഒരനുഭവം ആ കുടുംബത്തിനുണ്ടാകാം. എന്നാൽ ഈ യേശുവിൻ്റെ അമ്മ അതറിഞ്ഞിട്ട് യേശുവിനോട് പറയുകയും ആ കുടുംബത്തിന് പിൽക്കാലങ്ങളിൽ സമൂഹത്തിൽ എന്നും പറഞ്ഞ് പരിഹസിക്കപ്പെടാവുന്ന ആ വീഞ്ഞില്ലാത്ത അവസ്ഥയെ ആരുമറിയാതെ ആ പരിഹരിച്ച് ആ കുടുംബത്തിൻ്റെ യശസ് ഉയർത്തുന്ന ഒരനുഭവം നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത എന്നുള്ളത്, യേശു ഒരു കുടുംബത്തിൽ ചെന്നാൽ, ഒരു വ്യക്തിയിൽ കടന്നു ചെന്നാൽ അവനിലെ കുറവ് പരിഹരിച്ച് സമൂഹത്തിൽ ഏറ്റവും നല്ലതാക്കി നിർത്തുന്ന ഹല്ലേലൂയ ഒരു കർത്താവിനെയാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. സ്തോത്രം. നോക്കണം, ആ കുടുംബത്തിനകത്തെ കുറവ് പരിഹരിച്ച കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരണം, അടക്കം ഒക്കെ കഴിഞ്ഞ് അവൻ്റെ ശിഷ്യന്മാരിൽ 2 പേർ, അത് ലൂക്കോസ് 24-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഇത് സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും അവർ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. അപ്പോൾ 2 പേര് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അവർ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്നു. അവരുടെ ഇടയിൽ ഒരു തർക്കവും വാദവും പ്രധാനമായും താഴോട്ട് വരുമ്പോൾ യേശുവുമായി അവർ പറയുന്നുണ്ട് ആ വിഷയം. യേശു അന്നറിയാതെയാണ് പറയുന്നത്. കാരണം അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഇതൊക്കെ അവരുടെ ഇടയിലുണ്ടാകുന്ന തർക്കങ്ങളാണ്. എന്ന് വെച്ചാൽ 2 പേർക്കും 2 അഭിപ്രായങ്ങളാണ് വരുന്നത്, ഒരേ അഭിപ്രായമല്ല. അവിടെ പറയുന്നു ഹല്ലേലൂയ, ക്ലെയോഫാവും വൈഫുമാണ് എന്ന് പറയുന്നു. എന്തു തന്നെയായാലും 2 വ്യക്തികൾ തമ്മിലുള്ള ഭിന്നത അവിടെ കാണുവാനിടയായി. ഈ ഭിന്നത തുടർന്നു വരുമ്പോൾ യേശു അവരുടെ ഭിന്നത പരിഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു അവരുടെ കണ്ണു തുറക്കുന്നു, അവരുടെ ബുദ്ധി തുറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ യേശു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ
വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ എല്ലാ സംശയങ്ങളും എല്ലാ തർക്കങ്ങളും മാറി, ഹല്ലേലൂയ, അവരുടെ തിരിച്ചുള്ളവരുടെ പോക്ക് അവർ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ എമ്മോവസിൽ എത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വഴിയാത്രയിൽ തന്നെ അവരുടെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. അവരുടെ പ്രത്യാശയുടെ ഭംഗങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. നോക്കണം, യേശു അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ഇടയിലുണ്ടായിരുന്ന ഭിന്നതകൾ പരിഹരിക്കപ്പെടുന്നു. നോക്കണം, കുറവുകളെ പരിഹരിക്കുന്ന കർത്താവ്. സക്കറിയാവിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. സാത്താൻ കുറ്റം ചുമത്തുന്നത് എന്താണെന്ന് 3-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനോട് മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് നീക്കിക്കളവീനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. നോക്കണം, ഇവിടെ യോശുവ എന്ന മഹാപുരോഹിതൻ്റെ മുഷിഞ്ഞ വസ്ത്രം അത് കർത്താവ് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ദൂതൻ കാണുകയാണ്, ആ പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ മുഷിഞ്ഞ വസ്ത്രം അവിടെ നിൽക്കട്ടെ എന്നുള്ളതല്ല. അവിടെ നമ്മൾ കാണുന്നത് ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചുവെന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്ത നമ്മൾ വിട്ടുപോകരുത്. സ്തോത്രം. നോക്കണം, കുശവന്റെ കയ്യിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ആ പാത്രം, ഹല്ലേലൂയ, കുശവൻ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ വരുമ്പോൾ, അല്ല, അത് ഉടഞ്ഞു പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഉടഞ്ഞു പോകട്ടെ എന്നുള്ളതല്ല, അത് മറ്റൊരു പാത്രമാക്കി തീർക്കും. കുറവ് പരിഹരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണം, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എന്നാൽ അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കട്ടെ എന്നല്ല, സാത്താൻ അവനെ കുറ്റം പറയട്ടെ എന്നല്ല, മറ്റുള്ളവരുടെ കുറ്റം പറയട്ടെ എന്നല്ല, അവനിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം മാറ്റി, ഹല്ലേലൂയ, മനോഹരമായ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ, ഹല്ലേലൂയ, യേശു ചെന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവിടുത്തെ വീഞ്ഞ് ഇല്ല എന്നറിഞ്ഞപ്പോൾ ആ കുറവ്, അതിൻ്റെ കുറവ്, ആ കുടുംബത്തുണ്ടാകുന്ന അപമാനങ്ങളെ മനസ്സിലാക്കിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ആ വീഞ്ഞ് ആരുമറിയാതെ ഏറ്റവും ശ്രേഷ്ഠമായത് ആ വീഞ്ഞ്, ഹല്ലേലൂയ, കർത്താവ് അവർക്ക് കൊടുത്ത്, പ്രൈസ് ദി ലോർഡ്, ആ കുടുംബത്തിൻ്റെ കുറവ് പരിഹരിച്ച്, അല്ല, മാന്യതയുള്ള കുടുംബമായി നല്ലൊരു വിവാഹത്തിൻ്റെ സന്തോഷം ആ കുടുംബം അനുഭവിച്ച് സന്തോഷിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, ഹല്ലേലൂയ, യേശുവിന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു ഒരു പൊക്കൊള്ളട്ടെ എന്ന്. തർക്കവും വാദവും കൊണ്ട്, സ്തോത്രം, തമ്മിൽ നിരാശയും ദുഃഖവും ഭാരവും പേറിക്കൊണ്ടു പോകുന്ന ഒരു അടുക്കൽ ചെന്ന് യേശു തന്നെ വെളിപ്പെടുത്തി അവരുടെ ബുദ്ധിയും ഹൃദയവും കണ്ണുമൊക്കെ തുറന്ന് യേശുവിൻ്റെ ഉയർപ്പ് അവരെ ബോധ്യപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നിരാശയിലേക്ക് പോകാവുന്ന അവരുടെ ആ കുറവിനെ പരിഹരിച്ച് സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി മടക്കി അയക്കുന്നത് ഇന്ന് പ്രഭാതം നമ്മൾ കേട്ടു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ അടുത്തു വരുന്നത് കുറവ് പറഞ്ഞ്, കുറവ്, ഹല്ലേലൂയ, കാണിച്ചു തന്ന് കുറ്റപ്പെടുത്തുന്നവനെ അല്ല, പകരം കുറവുകളെ ബോധവൽക്കരിക്കുകയും ആ കുറവുകളെ പരിഹരിച്ച്, അല്ല, വീണ്ടും നമ്മളെ ശ്രേഷ്ഠരാക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവപ്രവർത്തികളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള വാക്കതാണ്. പരിശുദ്ധാത്മാവ് കുറവുകളെ പറഞ്ഞു തരിക മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി നിന്നെ കളിയാക്കുവാനല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പകരം ആ കുറവിനെ പരിഹരിച്ച് വീണ്ടും ഏറ്റവും ശ്രേഷ്ഠമാക്കി നിർത്തുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെ കർത്താവിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുത്ത് ആ മണ്ണിനെ പോലെ, ആ കുശവൻ്റെ കയ്യിലിരിക്കുന്ന മണ്ണിനെ പോലെ വിധേയത്വമുള്ളവരായി കുറവുകളെ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവനത് പരിഹരിക്കും. മാത്രമല്ല, ഏറ്റവും മനോഹരമായ
ഒരു പാത്രമാക്കി നമ്മളെ നിർത്തും എന്നുള്ളത് ഈ പകൽക്കാലം തിരിച്ചറിഞ്ഞ് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ലോകത്തിലെ മനുഷ്യർ കുറവുകളെ കണ്ടെത്തി പറഞ്ഞു പരിഹസിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് നിന്ദാപാത്രമാക്കി എന്നും അപമാനത്തിൻ്റെ വിഷയങ്ങളാക്കി തീർക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് ബോധവൽക്കരിക്കുകയും അത് കർത്താവേ ഹല്ലേലൂയ പരിഹരിക്കുകയും അതൊരു മനുഷ്യൻ പോലും അറിയാതെ വീണ്ടും മനോഹരമാക്കി വീണ്ടും നിർത്തുന്ന അരുമനാഥൻ്റെ കരുണ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കുറവുകളെ പരിഹരിച്ച് കർത്താവെ സന്തോഷമുള്ളവരാക്കി ജനത്തെ നിർത്തുവാൻ അങ്ങയുടെ കരത്തിലേക്ക് തരുന്ന കർത്താവെ. അതുകൊണ്ട് അങ്ങയുടെ അടുക്കലേക്ക് കർത്താവെ വന്ന് കർത്താവെ അത് പരിഹരിക്കുവാൻ, അനുദപിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ കർത്താവെ, യിരെമ്യാ പ്രവാചകനിലൂടെ കേട്ടതുപോലെ അനുദപിക്കുന്നുവെങ്കിൽ, ഏറ്റുപറയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാനും അനുദപിക്കും. അതേ കർത്താവേ, സ്തോത്രം. അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് വരാതിരിക്കാൻ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വരാതിരിക്കുവാൻ, ഹല്ലേലൂയ, ശുഭതകൾ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ ഇന്ന് പകൽക്കാല വചനം കേട്ട ജനത്തെ അങ്ങ് പ്രബുദ്ധരാക്കി കർത്താവെ സ്തോത്രം ബോധവൽക്കരിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ മനോഹര പാത്രമാക്കി. ഓ ജീസസ്, ഹല്ലേലൂയ. ആ കാനാവിലെ കല്യാണ വീട്ടിലെ സന്തോഷത്തിന് കുറവ് വരുത്താതെ, ഹല്ലേലൂയ, മോശെ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ആ തർക്കങ്ങൾ ഹല്ലേലൂയ പരിഹരിച്ച് സന്തോഷമുള്ളവരാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ കർത്താവെ, യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഹല്ലേലൂയ ഉത്സവസ്ത്രം ധരിപ്പിച്ചതുപോലെ കർത്താവ് നിർത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവജനതരത്തെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.